Good afternoon, everyone. Good afternoon, madam. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon to all. Yeah, good afternoon. Okay, so how are you all? Fine, ma'am. Fine. Fine, ma'am. Fine, Good, ma'am. ma'am. Good, ma'am. Good Good afternoon, ma'am. afternoon. Good afternoon. Okay, start ചെയ്യാം നമുക്ക്. Trial, thought of the day and signing. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അറിയാം? Yes, ma'am. Yes. Ma'am. Yes, Start ma'am. ചെയ്യൂ. Let's start today's class with prayer, thought of the day and signing. Yeah, start ചെയ്യൂ. Okay, miss. Okay, yeah, Alina. Then ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ക്ലാസ് എടുക്കാൻ വന്ന മാഡത്തിനും നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും വെൽക്കം. okay. And then thought of the day. Good afternoon, everyone. Today's thought. Every effort I make is a step towards success. എന്റെ ഓരോ ശ്രമവും വിജയത്തിലേക്കുള്ള ഒരു ചുവടാണ്. താങ്ക് യു ഓൾ. Okay, yeah. So start ചെയ്യാം നമുക്ക് അല്ലേ? ഇനി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? അറിയാമല്ലേ? അറിയാം? No, ma'am. ഏതാണ് എടുക്കുന്നത് നമുക്ക് അറിയാം? No, ma'am. അറിയില്ല. ma'am. ഞാൻ അങ്ങനെ ചോദിച്ചേട്ടോ. So first of all, I introduce myself. I'm Ashwati, your English teacher. Okay, clear? Yes, ma'am. Yes. അപ്പോ എനിക്ക് ഫസ്റ്റ് ടൈം ആണല്ലേ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അത്യാവശ്യം ഇത്രയും സ്റ്റുഡൻസ് ഉള്ളോ? ഇനി ജോയിൻ ചെയ്യാനുണ്ടോ? അറിയോ? മാം ഗ്രൂപ്പിൽ ഇതിനേക്കാളും കൂടുതലുണ്ട്, പക്ഷെ അറിയത്തില്ല എത്ര പേരാ ജോയിൻ ചെയ്യുന്നത്. നോർമലി 70-75 ഉണ്ട്, ഇന്നലെ 75 ഉണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പോ ഇംഗ്ലീഷ് ആണ് ഞാൻ എടുക്കുന്നത്, ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടണം അല്ലെ? എനിക്ക് ആരെയും അറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്, ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ ആണോ? എങ്ങനെയുണ്ട് കോഴ്സ്? എങ്ങനെയുണ്ട്? ജസ്റ്റ് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടോ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇതുവരെ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? ഓക്കെ ആണോ? കംഫർട്ടബിൾ ആണോ എല്ലാവരും? Yes, ma'am. Yes, ma'am. Okay ആണ്. ഓക്കെ ആണ്. ഇനി ഇംഗ്ലീഷും കൂടെ എങ്ങനെയാണെന്ന് അറിയണം. ബാക്കി എല്ലാവരും നിങ്ങൾ അറിഞ്ഞു അല്ലെ? ബാക്കി എല്ലാ ടീച്ചേഴ്സ് ഓക്കെ ആണ്. ഇംഗ്ലീഷ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചോ നിങ്ങൾ എപ്പോഴെങ്കിലും? ഇല്ല. ഇല്ല. കഷ്ടായിരിക്കും ആലോചിച്ചൊന്ന്. ഓക്കെ, സോ ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇംഗ്ലീഷ് അറിയാം? ഓരോരുത്തര്
പേര് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഓരോരുത്തരടുക്കുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. യുവർ നെയിം ആൻഡ് യുവർ എന്താണ് പറയാ, ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എങ്ങനെ അറിയാം, എന്താണ് നോളജ്, എന്താ ഇപ്പോ ഒട്ടും അറിയാത്തവരുണ്ടാകാം, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് ബേസിക് നോളജ് ഉള്ളവരുണ്ടാകാം, കുറെ ഗ്യാപ്പ് വന്നവരുണ്ടാകാം, അല്ലെ? ഒരുപാട് ആൾക്കാര് അല്ലെ, പല പല സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തവരും പല സിറ്റുവേഷനിൽ നിന്ന് വന്നവരാകാം, ഒരുപാട് പേര് അല്ലെ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ വാട്ട് അബൌട്ട് യുവർ ഇംഗ്ലീഷ്? എനിക്ക് അതാണ് അറിയേണ്ടത് കേട്ടോ. സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അറിയാലോ ഇങ്ങനെയൊക്കെയാണെന്ന്. സോ എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്യുക. ഞാൻ പേരനുസരിച്ചിട്ട് ഓരോരുത്തരെയും വിളിക്കാം. എന്നിട്ട് നിങ്ങൾ പറയൂ, എന്നോട് സംസാരിക്കൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ മിസ് ഇംഗ്ലീഷിലാണോ സംസാരിക്കേണ്ടത്? അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏതോ ലാംഗ്വേജ് ആണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാം. അത് ഇംഗ്ലീഷ് ആകാം, മലയാളം ആകാം. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇംഗ്ലീഷ് ഇല്ല. ഓക്കെ, സോ ഞാൻ ഓരോരുത്തരെയും വിളിക്കാം കേട്ടോ. നമുക്ക് ടൈം ഇല്ല. അതിനുശേഷം കുറെ കാര്യം ഇനി നമ്മൾക്ക് ഇനിയും കാണാലോ. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോ നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾ എന്നോട് സംസാരിക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കോൾ പ്രസീത. പ്രസീത. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഞാൻ ഗുരുവായൂരാണ് മാം വീട്. ഞാൻ MSc മൈക്രോബയോളജി കംപ്ലീറ്റ് ചെയ്ത ആളാണ്. മുന്നേ വർക്ക് ചെയ്തിരുന്നു, ബാംഗ്ലൂരായിരുന്നു. പിന്നെ ആഫ്റ്റർ മാരേജ് വർക്ക് ചെയ്തിട്ടില്ല, വലിയൊരു ഗ്യാപ്പാണ്. 2 മക്കളുണ്ട്, 5th സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ്. മക്കളെ കെയർ ചെയ്യേണ്ട ഒരു താല്പര്യം കൂടുതലുള്ളതുകൊണ്ട് ജോബിന്ന് ഇപ്പോൾ കുറച്ച് ദിവസം ഗ്യാപ്പാണ്. ഇനി റീജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ സെക്ടറിൽ കൂടുതലും ലോങ് പോകണം എങ്കിൽ തൃശ്ശൂരൊക്കെ പോയെങ്കിൽ മാത്രം നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ എനിക്ക് കുട്ടികളുടെ അടുത്ത് വേണം. അതുകൊണ്ട് അടുത്ത് എവിടെയെങ്കിലും ജോബ് എന്നുള്ളൊരു എയിമിലാണ് കോഴ്സ് ജോയിൻ ചെയ്തത്. ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണ്, റിസർച്ചും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്തു. ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ ബേസ് ഒക്കെ അത്യാവശ്യമുണ്ട്. +2 മുതൽ നമ്മൾ പഠിക്കുന്നതായതുകൊണ്ടും പിന്നെ എല്ലാം നമ്മൾ സെമിനാറും പിന്നെ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ കോൺവെർസേഷനും വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ പ്രശ്നമില്ലേ മാം, കുഴപ്പമില്ല. ഗ്രാമർ ബേസ് ഒക്കെ അത്യാവശ്യമുണ്ട്. അങ്ങനെ ഓക്കെയാണ്. അപ്പൊ ഇംഗ്ലീഷ് ഓക്കെയാണ്, ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു മാം. ഓക്കെയാണ്. ഓക്കെ പ്രസീത. Then സുബി. സുബി എന്നല്ലേ? Yes, ma'am. ഓക്കെ. എന്റെ പേര് സുബി മാത്യു ആണ്. ഞാൻ പത്തനംതിട്ട കോന്നിന്നാ. അപ്പം ഫാമിലിയില് മീൻസ് കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ ഇപ്പൊ സെറ്റിൽഡാ. നേരത്തെ ഡൽഹിയിലായിരുന്നു. അപ്പൊ ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പ് അവിടെ തന്നെ ആയിരുന്നു. സോ മലയാളം ലാംഗ്വേജ് അങ്ങനെ അറിയാം, സംസാരിക്കാൻ അറിയാം, പക്ഷെ എഴുതാനും വായിക്കാൻ അറിയത്തില്ല. അപ്പം പറഞ്ഞാൽ മനസ്സിലാകും. ചില മീൻസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകളാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഇംഗ്ലീഷ് ഓക്കെ ആണ്. ഇപ്പം ഫാമിലിയില് ഹസ്ബൻഡ് വൈഫ് മീൻസ് കൂട്ടുകുടുംബമാ. അപ്പൊ 3 പിള്ളേരുണ്ട്. മൂത്ത ആള് 6 വയസ്സുണ്ട്, 1st ക്ലാസ്സിൽ പഠിക്കുക. സെക്കൻഡ് ആണെങ്കിൽ UKG-യിലാണ്. മൂന്നാമത്തെ കുട്ടിയാണെങ്കിൽ 2.5 വയസ്സ്. ഓക്കെ സുബി, ഇംഗ്ലീഷ് ഓക്കെയാണ്, പക്ഷെ മലയാളമാണ് പ്രശ്നമല്ലേ? മലയാളമാ പ്രശ്നം. ഓക്കെ സുബി. നെക്സ്റ്റ് നഫ്ല. ഹായ് മാം. ഹായ് നഫ്ല. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് നഫ്ല. എൻ്റെ വീട് പരുന്നാപ്പിളിലാണ്. മാരേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് പരുന്നാപ്പിളിലാണ് കൊണ്ടുവന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് BCom ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് പിന്നെ വേറൊന്നും ജോബിനൊന്നും പോയിട്ടില്ല. പിന്നെ 2 കുട്ടികളുണ്ട്, ഒരാൾക്ക് 4 വയസ്സ്, ഒരാൾക്ക് 2 വയസ്സ്. അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇതിനെ കുറിച്ച് അറിഞ്ഞ ഇതിൽ ജോയിൻ ചെയ്ത് ടീച്ചിങ് ഇഷ്ടമാണ്. ഇംഗ്ലീഷ് അത്ര ഇതില്ല, സംസാരിക്കാൻ അത്ര വശമില്ല. സംസാരിക്കാൻ ഓക്കെ അല്ല, പക്ഷെ ഗ്രാമർ ഒക്കെ അറിയാവോ? കുറച്ചൊക്കെ, അത്ര അറിയത്തില്ല. ഇപ്പൊ ഒത്തിരി ഗ്യാപ്പ് വന്നോണ്ട് അങ്ങനെ നോക്കാറില്ലല്ലോ. ഓക്കെ 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 നഫ്ല. ഇപ്പോ ഒട്ടും അറിയില്ല, ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എങ്കിലും നിങ്ങക്ക് പറയാട്ടോ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയണേ. ഓക്കെ ഓക്കെ നഫ്ല. നെക്സ്റ്റ് റിയ. Okay,
Good afternoon, madam. എൻ്റെ പേര് റിയ എന്നാണ്. ഞാൻ കട്ടപ്പനയിലാണ് വീട്. 2 മക്കളുണ്ട്. ഒരാൾ 1ാം ക്ലാസ്സിലും ഒരാൾ LKG-യിലും. ഇപ്പൊ ഞാനൊരു ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫീസിലിരുന്ന എന്താ ക്ലാസ് കേൾക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാത്തത്. പിന്നെ ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല, ഗ്രാമർ ഒക്കെ അറിയാം. ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അത് വെച്ച് ഗ്രാമറും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ പറയാൻ ഒരിച്ചിരി കോൺഫിഡൻസ് കുറവുണ്ട്, അതേ ഉള്ളൂ. വേറെ വലിയ കുഴപ്പമില്ല. കോൺഫിഡൻസിന് വെച്ച് തെറ്റിപ്പോകുമോ എന്നൊരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ? ഓക്കെ റിയ. പ്രിയങ്ക. ഹലോ മാം. ഹലോ മാം, എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ PG കഴിഞ്ഞു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഒരു കൊച്ചുണ്ട്. 6 മാസം ആയിട്ടേ ഉള്ളൂ. അങ്ങനെ വീട്ടിലാണ്. Okay. And what about your English? ഹലോ, English ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് കഴിഞ്ഞത്. Okay. ഇംഗ്ലീഷ് കുഴപ്പമില്ല. അപ്പം ഇടയ്ക്ക് കുറച്ച് കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ട്യൂഷൻ എടുക്കുവായിരുന്നു. ഇപ്പം കുറച്ച് വിഷയമില്ല, ഇംഗ്ലീഷ് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഗ്രാമർ Yeah. Okay. Okay. പ്രിയങ്ക. Then Ranjita. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. രഞ്ജിത എന്നാണ് പേര്. കണ്ണൂർ ചെറുപുഴയാണ് വീട്. ഹസ്ബൻഡ് വീടാണ് ചെറുപുഴ, എൻ്റെ വീട് പയ്യന്നൂരിനടുത്താ. ഇവിടെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ പാരൻസും ഉണ്ട്, പിന്നെ ഒരു മോനുണ്ട്, അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിന്നെ ഇംഗ്ലീഷ് ഓക്കെ ആണോന്ന് വെച്ചാൽ ഓക്കെ അങ്ങനെ പറയാം. എന്ന് വെച്ചാൽ എല്ലാം ഉള്ളിലുണ്ട്, പുറത്തോട്ട് വരുന്നില്ല, അങ്ങനത്തെ അത് തന്നെ നേരത്തെ പറഞ്ഞില്ലേ, കോൺഫിഡൻസ് ഇല്ലായ്മ, അത് തന്നെ മെയിനായിട്ട്. അറിയാം, ബേസ് ഒക്കെ ഒരുമാതിരിയൊക്കെ അറിയാം, ക്ലിയർ ആയിട്ട് മനസ്സിലാവും പറയുന്നതും വായിക്കുന്നതും ഒക്കെ. പക്ഷെ പറയുമ്പോഴത്തെ ആ ഒരു ഫ്ലുവൻസി കുറച്ച് കുറവാ. അങ്ങനെ അത്രേ ഉള്ളൂ. വേറെ ഇംഗ്ലീഷ് വലിയ ഒരു കടിച്ചാ പൊട്ടാത്ത അങ്ങനൊന്നുമില്ല. ഫെമിലിയർ ആണ്, ലാംഗ്വേജ് എല്ലാവർക്കും ഫെമിലിയർ ആണ്. പക്ഷെ എന്തോ എവിടേക്കോ ഒരു ബുദ്ധിമുട്ട് അല്ലേ? നമ്മള് ഡെയിലി യൂസ് തന്നെ അങ്ങനെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നില്ലല്ലോ അധികം, മലയാളം തന്നെ. പിന്നെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പുറമെ അങ്ങനെ വലിയ ടച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. കേൾക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. പക്ഷെ പറയുമ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലുവൻസി ഭയങ്കര ലാക്കാണ്. അത് ആ ഒരു കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് പേര് എന്താണ്? പേരെന്താ? ലുബ്ന ആണോ? ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, ലുബ്ന എന്നാണ് പേര്. അതാണ്. ഓക്കെ. എനിക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. തൃശ്ശൂരാണ്. പിന്നെ +2 കഴിഞ്ഞു. അപ്പൊ തന്നെ മാരേജ് അത്യാവശ്യം വർഷത്തിൽ മൂത്താള് 5th, രണ്ടാമത്തെ ആൾ 4th, ചെറിയ ആൾ LKG. അപ്പൊ അത്യാവശ്യം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംസാരിക്കുമ്പോഴാണ് നമുക്ക് പറയുമ്പോ തെറ്റുമോ പറയുന്നത് ശരിയാണോ എന്റെ ഉള്ളിൽ ടെൻഷൻ. അതുപോലെ നമുക്ക് അറിയാം, നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം. അതുപോലെ മറ്റുള്ളവരെ കുട്ടികളൊക്കെ പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരുത്തി കൊടുത്താൽ അറിയാം. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ സംസാരിക്കാൻ നമ്മള് എന്താ പറയാ, അത് യൂസ് ചെയ്തില്ല. നമ്മള് പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ് എഴുതും, അല്ലെങ്കിൽ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഒരു മാധ്യമം മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാത്തതുകൊണ്ട് ബുദ്ധിമുട്ട്. പക്ഷെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം, നമുക്ക് സംസാരിച്ചാലൊക്കെ മനസ്സിലാവും. വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, ആ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാം. ഓക്കെ. മഞ്ജു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് മഞ്ജു രാകേഷ്. കവിയൂരിൽ നിന്ന് വരുന്നു. വീട്ടിൽ അമ്മയും അച്ഛനും ഒരു മകളും ഉണ്ട്. 3 വയസ്സ് കഴിഞ്ഞു. അംഗൻവാടി പോകുന്നു. നേരത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പം വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങും പോകുന്നില്ല. ഇപ്പം അമ്മ അംഗൻവാടി വർക്കറാ, ഹസ്ബൻഡിന്റെ മദറ്. അപ്പൊ അതുവഴിയാ എനിക്ക് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാൻ പറ്റി, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെടും. ഓക്കെ മാം. ഓക്കെ മഞ്ജു. ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് കൂടെ പറയൂ. ഇംഗ്ലീഷ് പറയാനൊന്നും ഇൻഫ്ലുവൻ്റ് അല്ല.
കോൺഫിഡൻസ് ഒന്നും ഇല്ല. പിന്നെ ഇംഗ്ലീഷ് ഒക്കെ അറിയാം, മനസ്സിലാവും. ഓക്കെ മാം. ഓക്കെ മഞ്ജു. സബിത. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ വീട് മലപ്പുറം പെരുന്തമണ്ണയാണ്. ഞാനിപ്പോ ഒരു സ്കൂളിൽ ചെറിയ സ്കൂളില് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ LKG UKG കുട്ടികളെ കാണുമ്പോൾ അവരോട് മിങ്കിൾ ചെയ്യുമ്പോൾ എനിക്കും ടീച്ചറായ പറ്റിന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇതിന് ജോയിൻ ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല, എന്നാ തട്ടിമുട്ടി പോവാന്നുള്ള ആ ഒരു കേട്ടാ മനസ്സിലാവും. ഓക്കെ സബിത. ഓക്കെ. അനുശ്രീ. ഹലോ മിസ്, എൻ്റെ പേര് അനുശ്രീ. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഞാൻ ഇപ്പോൾ MA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ബ്രദർ, അമ്മൂമ്മയുണ്ട്. ഇംഗ്ലീഷ് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, പക്ഷെ പറയാനായിട്ട് ഇതുപോലെ ഫ്ലുവൻ്റ് അല്ല അത്ര. ഗ്രാമറൊക്കെ വലിയ കുഴപ്പമില്ല, ചെറിയ അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ട്. അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ട്. അതെ അതെ. ഓക്കെ ഓക്കെ അനുശ്രീ. നിമ്മി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. മാം, എൻ്റെ പേര് നിമ്മി. എൻ്റെ വീട് എറണാകുളത്ത് തന്നെയാണ്, പൊക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഒരു ഇന്റീരിയർ ഫേമിൽ വർക്ക് ചെയ്യാണ്. CBSE സ്കൂളിലാണ് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1 ഇയർ ഇന്റീരിയറിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കയറിയേക്കാണ്. ഇപ്പൊ ഒരു 3 മാസമായിട്ടുള്ളൂ. അപ്പോ ഇംഗ്ലീഷ് സംസാരിക്കാൻ വെച്ചാൽ മ്യൂസിക്കില് ഇംഗ്ലീഷിന്റെ പ്രാധാന്യം അധികം വരാത്തതുകൊണ്ട് ആ ഒരു ലാഗ് വന്നിട്ടുണ്ട് സംസാരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ കുഴപ്പമുണ്ടാവില്ല, അത്യാവശ്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞപ്പോഴേക്കും സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻസ് പാടെ പോയി. അങ്ങനത്തെ പ്രശ്നമുള്ളൂ. വേറെ അങ്ങനെ എഴുതാനും പിന്നെ കേട്ടാലും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ഓക്കെ ഓക്കെ നിമ്മി. ഓക്കെ, താങ്ക് യു. ബിൻസി. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ബിൻസി എന്നാണ്. എൻ്റെ വീട് പാലക്കാട് ജില്ലയിലാണ്. കല്യാണം കഴിച്ചിരിക്കുന്ന എടപ്പാള് ചങ്ങരംകുളം. ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യാണ്. 4 കുട്ടികളാണ്. മൂത്താള് 4th പഠിക്കുന്നു, രണ്ടാമത്തെ ആള് UKG. താഴെയുള്ള 2 പേര് ട്വിൻസ് ആണ്. ഒരു ഇപ്പൊ 11 month ആയി. അപ്പൊ പുറത്ത് പോയിട്ട് പഠിക്കാൻ ഇപ്പൊ ഈ അവസരത്തിൽ പറ്റില്ല. അപ്പൊ ചെറിയ കുട്ടികളായ കാരണം പുറത്തേക്ക് പോകാനും പറ്റില്ല. അപ്പൊ ഓൺലൈനായിട്ട് ഈ കോഴ്സ് കണ്ടപ്പോ അങ്ങനെ ചേർന്നതാണ്. ഞാൻ MCOM കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഇംഗ്ലീഷ് കുഴപ്പമില്ല, ആവറേജ് ആണ്. വായിക്കാനും പിന്നെ കേട്ടാലൊക്കെ മനസ്സിലാവും. അത്യാവശ്യം തട്ടിമുട്ടി സംസാരിക്കാം. എന്തൊക്കെയോ ഒരു ടെൻഷനും കോൺഫിഡൻസ് കുറവ്, ഒരു കൺഫ്യൂഷൻ, അങ്ങനെ കുഴപ്പമില്ല. എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം മിക്സ്ഡ് ആണ്. ഓക്കെ ബിൻസി. നെക്സ്റ്റ് അനുഷ. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് അനുഷ. ഹസ്ബൻഡും കൊച്ചും ഇൻലോസും എല്ലാവരും ഒരുമിച്ചാണ്. ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം ബാംഗ്ലൂർ ആയിരുന്നു. മാരീഡ് ആയിട്ട് വന്നത് ഇടുക്കിയിലേക്കാണ്. സോ ഇപ്പൊ കൊച്ചിന് 3 years ആണ്. ഇത്രയും ദിവസം കൊച്ച് ചെറുതായത് കൊണ്ട് വർക്ക് ചെയ്യാനും പഠിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ കൊച്ചിനെ അംഗൻവാടിയിലൊക്കെ ചേർത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഫ്രീ ടൈം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ കോഴ്സ് എടുത്തതാണ്. ഇംഗ്ലീഷ് കുഴപ്പമില്ല മാം, കുഴപ്പമില്ലാതെ അങ്ങനെ പോകും. ശ്രീതി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് ശ്രീതി, ഞാൻ കണ്ണൂരാണ്. വീട്ടിലെ ഹസ്ബൻഡ് 2 മക്കളുണ്ട്. മോൾ 1ൽ പഠിക്കുന്നു, മോൻ LKG ആണ്. കുറെ നാളായി മോണ്ടിസറി കോഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലായിടത്തും, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. പിന്നെ മോൻ ഇപ്പൊ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇത്രയും നാളും അവനെ നോക്കി ഇങ്ങനെ നിന്നു, ഇനിയിപ്പോ അത് പറ്റില്ല. ഇംഗ്ലീഷ് കുഴപ്പമില്ല, സംസാരിക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്, ബാക്കി കുഴപ്പമില്ല. താങ്ക് യു മാം. സഫറ എന്നാണ് പേര്. സഫറ ആണോ? അതെവിടെ? സഫറ എന്നാണോ? ഓലി കറക്റ്റ് ആണോ ഞാൻ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ മാം. പേരൊന്ന് പറഞ്ഞേ. സഫൂറ.
സഫൂറ. ഓക്കെ. ഫ്രം കാസർഗോഡ്. ഞാന് അതെ ഇപ്പോ ഒരു പഞ്ചായത്തിന്റെ ഗ്രൂപ്പിൽ കണ്ടിട്ടാണ് ഇങ്ങനെ വന്നത്. 2 മക്കളുണ്ട്. ഒന്ന് LKG UKGയിലും ഒന്ന് 2 വയസ്സായത്. അതുകൊണ്ട് പോയിട്ട് പഠിക്കുന്നത് അത്ര കംഫർട്ടബിൾ അല്ലാണ്ടാണ് ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നത്. മുമ്പ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു 6 വർഷം മുന്നേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പോയില്ല. ഇപ്പോ ശ്രമിച്ചിന്, മാത്ര സർട്ടിഫിക്കറ്റ് ഇല്ലാത്തോണ്ട് എവിടും കിട്ടുന്നില്ല. +2 കഴിഞ്ഞതല്ലേ. മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് 3 സ്കൂളില്. അപ്പെല്ലാം കുറച്ച് ഇംഗ്ലീഷ് ആ ഒരു ലെവലുണ്ടായി. ഇപ്പെല്ലാം അത് മറന്ന് മറന്നിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞതെല്ലാം അറിയോ, വായിക്കാൻ അറിയോ, അതെല്ലാം അറിയോ, പക്ഷെ അങ്ങോട്ട് തിരിച്ച് പറയാനും അറിയുന്നില്ല. ഓക്കെ. ഇംഗ്ലീഷ് എങ്ങനെയാണ്? അതന്നെ, പറഞ്ഞതെല്ലാം മനസ്സിലാവും, വായിക്കാൻ അറിയോ, അതെല്ലാം ഓക്കെ. അങ്ങോട്ട് തിരിച്ച് റിട്ടേൺ പറയാൻ അറിയുന്നില്ല. ഓക്കെ. കാസർഗോഡ് സ്ലാങ് വരാതെ മാക്സിമം നോക്കുന്നുണ്ടല്ലേ? അത് വരുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, എനിക്ക് തോന്നി. മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സില് പക്ഷെ ഫീസ് എല്ലാവർക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ പോയില്ല. ഇപ്പൊ നല്ലോണം ഇതായിട്ട് നമുക്ക് എല്ലാം ഒന്ന് ശരിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. സഫൂറ റേഞ്ച് നോക്കണം കേട്ടോ, കുറച്ച് സ്റ്റക്ക് ആവുന്നുണ്ട്, ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് സ്ലാങ് ഒന്ന് പറയാം കേട്ടോ അവിടുത്തെ. ഓക്കെ, ശരി. ഓക്കെ സഫൂറ. അലീന. ടെക്സ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തോ ഇതില് ടെക്സ്റ്റ് മെസ്സേജ് വിടുന്നത് എങ്ങനെയാണ്? ടെക്സ്റ്റ് മെസ്സേജ് ഇടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്ത ആരെങ്കിലും? അതിലൊരു 3 ഡോട്ട് കാണാമല്ലോ. അതിനകത്തില് ഇൻകോൾ മെസ്സേജ് എന്നും പറഞ്ഞോണ്ടുണ്ട്. അതിൽ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. താങ്ക് യു. ഓക്കെ. ഓക്കെ. Then next അലീന. ഹലോ. അലീന പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് അലീന. ഞാൻ ഇടുക്കി എന്ന സ്ഥലം. ഹസ്ബൻഡിന്റെ പേരൻസ്, ഒരു കുഞ്ഞിന്റെ 3 വയസ്സായി, അംഗൻവാടി പോകുന്നു. ഇംഗ്ലീഷ് അറിയാൻ, അറിയാം, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ റേഞ്ച് ഒന്ന് നോക്കണം കേട്ടോ, ബ്രേക്ക് ആവുന്നുണ്ട്, വോയിസ് ക്ലിയർ അല്ല. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, റേഞ്ച് ഉള്ളിടത്ത് പോയിരിക്കുക. ഓക്കെ. ദെൻ ഗീതു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് വീട്. ഞാൻ ബിടെക് കഴിഞ്ഞു. ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. പിന്നെ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നതിൽ താല്പര്യം ഉള്ളതുകൊണ്ട് മോണ്ടിസോറി എടുത്തു. പിന്നെ ഗ്രാമറൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ സംസാരിക്കുന്ന ഫ്ലുവൻ്റ് അല്ല, അതുകൊണ്ടൊരു കോൺഫിഡൻസ് സംസാരിക്കുന്നതിൽ കുറവുണ്ട്. ഓക്കെ. ഓക്കെ ഗീതു. താങ്ക് യു മാം. Then ജിൻഷ. ഹായ് മാം, ഞാൻ ജിൻഷ. ഞാൻ കണ്ണൂരാണ്. മാരേജ് ചെയ്ത് വന്നേക്കുന്നത് കോട്ടയത്താണ്. ഇപ്പം 3 ഇയർ കല്യാണം കഴിഞ്ഞിട്ട്. +2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, കമ്പ്യൂട്ടറിന് പോയായിരുന്നു. പിന്നെ കുറച്ച് ജോലിയൊക്കെ ചെയ്തു. പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എവിടെയും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ 2 പിള്ളേരുണ്ട്. ഒരാൾക്ക് 2.5 വയസ്സും ഒരാൾക്ക് 2 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ അംഗൻവാടി ടീച്ചർ വഴിയാണ് മോണ്ടിസറിയെ പറ്റി അറിയുന്നത്. അങ്ങനെ ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഇംഗ്ലീഷ് പറയുമ്പോഴൊക്കെ അറിയാം, എന്നാൽ അത്ര പിടുത്തമില്ല ഇംഗ്ലീഷ്. നന്നായിട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു.
ഓക്കെ ജിൻഷ. താങ്ക് യു. ഇപ്പോ കുറച്ച് പേരൊക്കെ സംസാരിച്ചു. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് ഇപ്പോ അറിയാത്തവരായിട്ട് ആരും ഇല്ല. പൊതുവെ ഫെമിലിയർ ആയ ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ എല്ലാവരും ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരും കയ്യിൽ ഫോൺ ഉണ്ട്. ഫോണിൽ എന്തായാലും ഇംഗ്ലീഷ് ആണ് അല്ലെ. അപ്പൊ വായിക്കാനും എന്താണ് നമുക്ക് എഴുതാനും ചോദിച്ചാൽ എഴുതാൻ അറിയാമല്ലേ. പറയുന്ന കാര്യമില്ല, എഴുതാനും വായിക്കാനൊക്കെ അറിയാം, കേട്ടാലും മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷേ സ്വന്തമായിട്ടൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയോന്ന് ചോദിച്ചാൽ അറിയാം, ഇല്ലെന്ന് ചോദിച്ചില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അതായത് കോൺഫിഡന്റ് ആയിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. അത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്രാമർ കറക്റ്റ് ആയിട്ട് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അറിയാം, എല്ലാവർക്കും ഗ്രാമർ എല്ലാവരും പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയിട്ടാണെങ്കിലും കുറച്ചൊക്കെ ഗ്രാമർ എല്ലാവർക്കും എന്തൊക്കെയോ എവിടേക്കോ അറിയാം. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അറിയോന്ന് ചോദിച്ചാല് ഇപ്പോഴും അറിയില്ല എന്ന് ചിലവർക്ക് പറയാൻ പറ്റും. ക്ലാസ്സില് അത്യാവശ്യം 60 അല്ലെ, അറൌണ്ട് 60 സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്. ഇവരെല്ലാവരും പല സിറ്റുവേഷനിൽ നിന്ന് വന്നവരാണ് അല്ലെ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്, പല സിറ്റുവേഷനിൽ നിന്ന് വന്നവരാണ്. എല്ലാവർക്കും ഒരേപോലെ ക്വാളിഫിക്കേഷൻ അല്ല ഉള്ളത്. എല്ലാവരും ചിലപ്പോ കുറച്ചുപേര് ഹൈ ക്വാളിഫൈഡ് ആണ്. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ടാകാം. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ്, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടാകാം, ഒട്ടും അറിയാത്തവരുണ്ടാകാം, ബേസിക് പോലും അറിയാത്തവരുണ്ടാകാം. ചിലപ്പോൾ അത് പറയാനുള്ള മടി കാരണം മിണ്ടാതിരിക്കുന്നവരുണ്ടാകാം. ആണോ? എഗ്രി ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? എനിക്ക് ഒട്ടും അറിയത്തില്ല മിസ്. ഒട്ടും അറിയില്ല എന്ന് പറയാൻ ഒരു കോൺഫിഡൻസ് വേണം. ഓക്കെ, ഞാൻ BEd ഒക്കെ കഴിഞ്ഞതാണ് മാഡം. പക്ഷെ എനിക്ക് ഇത് ഇംഗ്ലീഷ് സംസാരിക്കാനും സ്വന്തമായിട്ട് എഴുതാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഇല്ല, എല്ലാവരും പ്രശ്നം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ക്വാളിഫൈഡ് ആണ്, എല്ലാവരും ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്, അല്ലെങ്കിൽ PG ഉണ്ടാകാം. പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട് പോലെയാണ് എല്ലാവർക്കും. അങ്ങനെ കരുതണ്ട കേട്ടോ ആരും. ഈ ക്ലാസ്സില് നിങ്ങൾക്ക് പറയാം, എന്നോട് പറയാം, ഇംഗ്ലീഷ് അറിയില്ല മിസ്സേ എന്ന് പറയാം. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നതാണ്. ബേസിക് തുടങ്ങിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ധൈര്യമായിട്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയണം. ഇനിയും നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, എന്നൊക്കെ അതുകൊണ്ട് ബേസിക് മുതലാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുക. അതിപ്പോ ഇംഗ്ലീഷ് അറിയുന്നവരും അറിയാത്തവരും രണ്ട് കാറ്റഗറീസ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകാം. പക്ഷെ അറിയുന്നവരാണെങ്കിലും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതും അറിയാത്തവർക്ക് വേണ്ടിയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ടെക്സ്റ്റില് നിങ്ങളുടെ സബ്ജക്ട് ഇംഗ്ലീഷ് സബ്ജക്ട് ഉള്ളത് ബേസിക് തുടങ്ങിയാണ്. കാരണം നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്. മോണ്ടിസോറി ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ പോകുന്നത് വലിയ കുട്ടികളെയാണോ? കുഞ്ഞു മക്കളെയാണല്ലേ. കുഞ്ഞു മക്കൾക്ക് ഏതാണ് ഇംഗ്ലീഷ് നമുക്ക് വേണ്ടത് അല്ലെ, അറിയാം. ബിഗിനേഴ്സ് ആണ് അവര്. അപ്പൊ കുഞ്ഞു ചെറിയ കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷെ ആ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊരു അടിത്തറയാണ് അല്ലേ, ബേസ് ആണ് നമ്മള് പറയുന്നതും. അപ്പോ അത്രയും ബേസ് നമ്മൾ പറയണമെങ്കിൽ അത് കുഞ്ഞുമക്കളുടെ ഫസ്റ്റ് കാണുന്ന ടീച്ചറാണ് നിങ്ങള്. അപ്പൊ അവരെ എപ്പോഴും ഓർത്തിരിക്കുന്നതും ഏതൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എപ്പോഴും അവരെ മൈൻഡിൽ ഉണ്ടാവുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളായിരിക്കും. സോ അങ്ങനെ ഒരു ടീച്ചർ, അതും ഇംഗ്ലീഷ് ലാംഗ്വേജ്, എത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്, ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ അത്രയും നല്ലൊരു ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ അതിനെ A to Z നമ്മൾ അറിഞ്ഞിരിക്കണം. ആരെങ്കിലും ഡൗട്ട് ചോദിച്ചാലാണെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ വരരുത് അല്ലെ. അപ്പൊ പഠിക്കേണ്ടത് എവിടെ മുതൽ പഠിക്കണം? ബേസിക് തുടങ്ങി പഠിക്കണം. ഒന്നുകൂടെ പഠിക്കണം. എല്ലാവരും തിരിച്ചു വരും കേട്ടോ. അപ്പോ അറിയാം, എല്ലാവർക്കും അറിയാവുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം, കേട്ടോ. ആരെങ്കിലും ഒക്കെ ആവട്ടെ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവരും കുഞ്ഞു കുട്ടികളായിട്ട് വരാം. അത് മതി. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. കുഞ്ഞു മക്കളെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മുടെ ക്ലാസ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് നിങ്ങൾ എല്ലാവരും മക്കളെ പോലെയാണ്. അപ്പൊ ആ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുക. പിന്നെ മിക്ക ക്ലാസ്സിലും ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ, മിസ് ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും. എല്ലാവർക്കും ആ ടെൻഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഇംഗ്ലീഷ് കോഴ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലോ അല്ല, ഇംഗ്ലീഷുമായി റിലേറ്റ് ചെയ്ത് എന്ത് പ്രോഗ്രാമിൽ നമ്മൾ പോയാലും നമുക്കൊരു പേടി എന്താണ്? ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും. അഥവാ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇംഗ്ലീഷ് തന്നെ റിപ്ലൈ ചെയ്യണോ, റെസ്പോണ്ട് ചെയ്യണോ, അതൊക്കെ ഒരു പേടിയാണ്. അതുകൊണ്ട് ഫുൾ ടൈം നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും. ക്ലാസ് നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ല. കാരണം എന്താണ്? ടെൻഷൻ ആയിരിക്കും. ഇനി എന്നെ വിളിച്ചാൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമോ,
ആ ഒരു ടെൻഷൻ ആയിരിക്കും എല്ലാവർക്കും. അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇംഗ്ലീഷിലായിരിക്കില്ല ഫുള്ള് ക്ലാസ്. കാരണം ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർ പോലും ക്ലാസ്സിലുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മലയാളത്തിലാണ് ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാം. ഗ്രാമേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷ് ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇംഗ്ലീഷ് അറിയാൻ പറ്റുമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. സ്വാഭാവികമാണ് നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, അതിന് ഇപ്പോ നിങ്ങൾ യൂട്യൂബിൽ ഇംഗ്ലീഷ് വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. കേൾക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്, അവരെവിടെയൊന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേട്ടാലോ എനിക്കറിയാം എന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് മിസ്സേ, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്കല്ലേ മാറ്റം വരേണ്ടത്? എനിക്ക് ക്ലാസ് എടുക്കുന്നത് എനിക്കാണോ ചേഞ്ച് വരേണ്ടത് നിങ്ങൾക്കാണോ? നിങ്ങൾക്കാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇംഗ്ലീഷ് സംസാരിച്ച് എനിക്ക് കുറച്ചുകൂടെ ഫ്ലുവൻറ്റ് ആവുക, ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കും എന്നല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ക്ലാസ് കേട്ടത് കൊണ്ട് എന്തെങ്കിലും മാറ്റം വരും? മാറ്റം വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സംസാരിക്കണം. നിങ്ങളാണ് സംസാരിക്കേണ്ടത്, ഞങ്ങളല്ല, ഞാനല്ല. നിങ്ങളാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ലാംഗ്വേജ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഗ്രാമർ. ഏതൊക്കെ വേർഡ്സ് ഏതൊക്കെ പ്രിപ്പോസിഷന്റെ കൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറിയുടെ കൂടെ നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യണം എന്നൊരു ധാരണ നമ്മൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരു ധാരണ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സെന്റൻസ് ഈസിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് സംസാരിക്കാനും പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഒരിക്കലും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്നോട് സംസാരിച്ചത് എന്ന ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും വേണം. കുറച്ച് പേരും കൂടെ സംസാരിക്കാനുണ്ട്, എല്ലാവർക്കും അവസരം തരാം കേട്ടോ. ഞാൻ ഇടക്കേറി സംസാരിച്ചത് അറിയരുത്, കാരണം എനിക്കല്ലെങ്കിൽ സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിലേയും ഞാൻ സംസാരിപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് വരാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാം, പക്ഷെ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞാല് അയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കോ കളിയാക്കോ എന്നൊരു ചിന്തയാണ്. ആ ചിന്ത വരുന്നത് നമുക്ക് ആ ഇംഗ്ലീഷ്, നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പറയാൻ മടി വരുന്നത്, ആ ഒരു കോൺഫിഡൻസ് വരാത്തത്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സെന്റൻസ് കറക്റ്റ് ആണ്, അവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല എന്ന് നമുക്ക് ഷുവർ ആണെങ്കിൽ ആ സെന്റൻസ് പറയാൻ നിങ്ങൾക്ക് വല്ല മടി ഉണ്ടാവും? ഇല്ല. അപ്പൊ കോൺഫിഡൻസ് ഇല്ലായ്മ എന്താണ് റീസൺ എന്ന് മനസ്സിലായല്ലോ. ഏതൊരു പ്രോബ്ലത്തിനും ഏതൊരു ഇഷ്യൂവിനും ഒരു റീസൺ ഉണ്ട്. ആ റീസൺ കണ്ടുപിടിക്കുക, അത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോ കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ റീസൺ ഇതാണ്. ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് അറിയാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോ ഞാനിപ്പോ ടെക്സ്റ്റ് ഒരു പാരഗ്രാഫ് വന്നതൊക്കെ അത് വായിക്കാനും പറ്റും, അതിന്റെ മീനിങ് അതൊക്കെ മനസ്സിലാക്കാനും പറ്റും. പക്ഷെ അതേപോലെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും? ഒരിക്കലും പറ്റും. ഒരു ദിവസം പറ്റും. നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതുപോലെ എഴുതാനും പറ്റും, എല്ലാവരും സംസാരിക്കുന്ന പോലെ നിൽക്കും സംസാരിക്കാൻ പറ്റും. ആ ഒരു വിശ്വാസം നമ്മളിൽ തന്നെ എല്ലാവർക്കും വേണം. ഓക്കെ ആണ്. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് മുന്നോട്ട് പോകാം. ഇതേപോലെയാണ് മുന്നോട്ട് പോവാ. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം, ഒരിക്കലും ചോദിക്കാതെ പോകരുത്. ഇംഗ്ലീഷ് ആണ്, ഒട്ടും അറിയാത്ത സബ്ജക്റ്റ് ആണ്. ആദ്യം ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും, കാരണം ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് നിങ്ങൾ ആരാണെങ്കിലും കുറച്ച് നാളെങ്കിലും പഠിക്കാൻ നോക്കിയിട്ടുണ്ടാകാം. സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ബോറിംഗ് അല്ലേ? പൊതുവെ എങ്ങനെയാണ്? ഗ്രാമർ ആണോ എനിക്കറിയില്ല, ബോറടിക്കും എന്നാണ് എല്ലാവരും പറയാം. ഇവൻ ഞാൻ പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഗ്രാമർ ആണോ, ബോറിംഗ് ആണെന്നേ പറയൂ. സോ ബോറടിക്കും കേട്ടോ ആദ്യം, പിന്നെ ബോറിംഗ് ഉണ്ടാവില്ല. അങ്ങനെയാണ്, അക്സെപ്റ്റ് ചെയ്യാം. ബോറിംഗ് ഉണ്ടാവില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയും. എനിക്കതല്ലേ പറയാൻ പറ്റുമോ? ഇംഗ്ലീഷ് ക്ലാസ് ഒരിക്കലും നിങ്ങൾ ബോറിംഗ് ആണെന്ന് പറയില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇതുവരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് മാക്സിമം ബോറടിപ്പിക്കാതെ ഇന്ററാക്ട് ചെയ്ത്
ക്ലാസ് എടുക്കാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്ലാസ് എടുക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുക. സീരിയസ് അല്ല. ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. തിരിച്ചും എന്നോട് എല്ലാവരും ആ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അനുസരിക്കുക. മടി പാടില്ല കേട്ടോ. ഓക്കെ, മടിയന്മാരാകരുത്. മടി ഉണ്ടെന്ന് അറിയാം, എല്ലാവർക്കും ഉണ്ട് ഈ പറയുന്ന മടി. നമ്മുടെ ഗുണപ്പുറപ്പാണ് ഈ മടി എന്ന് പറയുന്ന സാധനം. അത് മാറ്റാം, പയ്യെ പയ്യെ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോ ഞാൻ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നതെങ്കിലും നമ്മൾ സംസാരിക്കുന്ന പല പല ടോപ്പിക്സ് നമ്മൾ സംസാരിക്കുന്നുണ്ട് ക്ലാസ്സിൽ. സബ്ജക്ട് മാത്രമല്ല ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പൊ അതിന് വേണ്ടത് കോൺഫിഡന്റ് ആണ്. കോൺഫിഡൻസ് വേണം. ഓരോരുത്തരും കോൺഫിഡന്റ് ആയിരിക്കണം. അതിന് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി ഒന്ന് ഡെവലപ്പ് ചെയ്യണം, അല്ലെ? സോ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന പലർക്കും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ മടിയുള്ളവരുണ്ടാകാം. ആരുമില്ലെന്ന് പറയണ്ട, ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ തന്നെ ഒരു മടിയാണ് എല്ലാവർക്കും. ഫസ്റ്റ് ആ ഒരു മടി മാറ്റണം. പിന്നെ പയ്യെ നമ്മൾ വീഡിയോ ഓൺ ചെയ്യുന്നു, നമ്മൾ നേരിട്ട് സംസാരിക്കുന്നു. പിന്നെ ക്ലാസ് നിങ്ങള് പിന്നെ ഓക്കെയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കും ഈ ക്ലാസ് പോവുക. എന്താണ് 1:30 ആവാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. എങ്ങനെയായിരിക്കും? അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നൊക്കെ തോന്നും. അതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്സും ലാസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്സും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇന്ന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞവർ ലാസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് മിസ്സേ നിങ്ങൾ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ക്ലാസ് എപ്പോഴും ഓർത്ത് വെക്കുക. ഈ വീഡിയോ, ഈ ക്ലാസ് ഇപ്പോ ക്ലാസ് അപ്ലോഡ് ചെയ്യും. ഇത് എവിടെയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ് വന്ന് കാണും. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇതൊക്കെ ചുമ്മാ പറയുന്നതെന്ന് ഇപ്പൊ തോന്നൂട്ടോ. അങ്ങനെ വിചാരിക്കൂ, നമുക്ക് മാറ്റാം. പിന്നൊരു കാര്യമുണ്ട്, വേറൊരു കാര്യം കൂടെ പറയാം. ആ അതെ, ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പഠിപ്പിച്ചു തരും, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. മനസ്സിലായോ? ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചൊക്കെ തരുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ആദ്യം കോൺഫിഡൻസ് വേണം. ആദ്യം അൺമ്യൂട്ട് ചെയ്യാൻ പഠിക്കൂ. അൺമ്യൂട്ട് ചെയ്യാൻ അറിയാത്തവർ കുറേ പേര് ക്ലാസ്സിലുണ്ട്. ഓക്കെ, ആദ്യം അൺമ്യൂട്ട് ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് സംസാരിക്കണം. എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഇംഗ്ലീഷ് വേണമെന്നില്ല കേട്ടോ, മലയാളത്തിൽ സംസാരിക്കാം. എന്നിട്ട് പയ്യെ പയ്യെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോവാം. ഗ്രാമറൊക്കെ ആദ്യം നന്നായിട്ട് പഠിക്കാം. ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുക എല്ലാവരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടോ? എല്ലാവരും പരസ്പരം അറിയോ? കുറച്ചു പേരെയൊക്കെ അറിയാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തോണ്ട് കുറച്ചു പേരെയൊക്കെ അറിയാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് എല്ലാവരും തമ്മിൽ ഒരു ബോണ്ടിങ് വേണം, ഒരു കണക്ഷൻ വേണം. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനും ഇനി അങ്ങോട്ട് ഉണ്ടാവും. സോ എല്ലാവരും തമ്മിൽ അറിഞ്ഞിരിക്കണം പരസ്പരം. ഓക്കെ, അതായത് മോണ്ടിസോറി ബാച്ച് എന്ന് പറയുന്നത്, മോണ്ടിസോറി ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, എല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പൊ അതേപോലെ ആയിരിക്കണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ ആണോ? എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, അതിലൊരു മടിയും പാടില്ല കേട്ടോ. എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ എന്നോട് ചോദിക്കണം, സംസാരിക്കണം. ഒരു പ്രാവശ്യം ഡൗട്ട് ചോദിച്ചു എന്നിട്ടും ക്ലിയർ ആയാലും രണ്ടാമത് ചോദിക്കാം, എന്നിട്ടും ക്ലിയർ ആയാലും മൂന്നാമത് ചോദിക്കാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിക്കാം. എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. മിസ്സിനത് ബുദ്ധിമുട്ടായിരിക്കും, മിസ് എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. പിന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക ക്ലാസ്സിൽ. ടീച്ചർ സംസാരിക്കുമ്പോൾ എപ്പോഴും മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സംസാരിക്കുക, അതിനുശേഷം മ്യൂട്ട് ചെയ്തേക്കുക. എപ്പോഴും നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഓൾ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കേണ്ടി വരും. അതിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി പോകെ പോകെ നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. എല്ലാവരും സംസാരിക്കണം കേട്ടോ. ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം, റെസ്പോണ്ട് ചെയ്യണം. ഉറക്കം നോക്കി ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല. കേട്ടോ? കേട്ടു. എന്തോ
എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓക്കെ ആണോ? ഇംഗ്ലീഷ് ടീച്ചർ ഓക്കെ ആണോ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ എടുത്തിട്ടില്ല, ആസ് എ ടീച്ചർ എന്ന നിലയിൽ ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. പറയുള്ളൂ, ഓക്കെ അല്ലാന്ന് പറയുന്നത് കാര്യമൊന്നുമില്ലല്ലോ അല്ലെ? അങ്ങനെയാണോ? ഓക്കെ ആണോ? അങ്ങനെയല്ല. എന്തൊക്കെയോ ഒരു വിശ്വാസം വന്നു അല്ലെ? ഇംഗ്ലീഷ് പഠിക്കാൻ ചെറിയ പറ്റും. കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. കോൺഫിഡൻസ് വരൽ തുടങ്ങി. ചെറുതായിട്ടൊക്കെ വന്നു പറ്റും, തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കുന്നേ. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറഞ്ഞു, ഓരോരുത്തരും പല സിറ്റുവേഷൻസിൽ നിന്ന് വന്നതായിരിക്കാം. പക്ഷെ ഈ 1:30 എന്ന് പറയുന്ന ടൈമില് എല്ലാം മറക്കാം. എല്ലാം മറന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, മാക്സിമം എൻജോയ് ചെയ്യാം. പഠിക്കുന്നതാണെങ്കിൽ എൻജോയ് ചെയ്ത് പഠിക്കുക. ഓരോ മൊമെന്റും നമ്മൾ എൻജോയ് ചെയ്യുക. ലൈഫ് എന്ന് പറയുന്നത് ചെറുതാണ്, ലൈഫ് ഇസ് ഷോർട്ട്. ഓക്കെ, സോ എൻജോയ് ചെയ്യും മാക്സിമം. കേട്ടോ? കേട്ടു മാം. ഇതൊക്കെ ഇതിലേ കേട്ടോ. ഇതൊക്കെ നമുക്ക് ലൈഫിൽ വേണം. അപ്പോ ഇംഗ്ലീഷ് മിസ് എന്താണ് ഇതൊക്കെ സംസാരിക്കുന്നത്? ഇതൊക്കെയാണ് ക്ലാസ് പോവാട്ടോ. ഇംഗ്ലീഷ് മാത്രമല്ല ഞാൻ എടുക്കുന്നത്. പല കാര്യങ്ങൾക്ക് നമുക്ക് സംസാരിക്കണ്ടേ? ഇപ്പോഴും ക്ലാസ് ആയി കഴിഞ്ഞാൽ ബോറടിക്കില്ലേ അല്ലേ? ഫുൾ ടൈം ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ല, നിങ്ങൾക്ക് ബോറടിക്കോ? ബോറടിക്കും. ബോറടിക്കും. അങ്ങനെ മുഖത്തേക്ക് തന്നെ പറയണം, എന്റെ ഫേസ് നോക്കി തന്നെ പറയണം ബോറടിക്കുമെന്ന്. ഇനി സപ്പോസ് എന്റെ ക്ലാസ് എനിക്ക് ബോറിംഗ് ആയെന്ന് വിചാരിക്കൂ, മിസ്സേ ബോറടിക്കുന്നു എന്ന് എന്നോട് പറയണം കേട്ടോ. അപ്പൊ തന്നെ ഞാൻ നിർത്തും. പറയണം, എന്താണെങ്കിലും പറയണം. ഇനി ആരാണ്? ഇനി കുറച്ചു പേരും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറെ പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്ടേൺ പോവാട്ടോ നമുക്ക്. സൂര്യ പറയൂ. സൂര്യ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് സൂര്യ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തയാള് 2-ല്, ഇളയാള് അംഗനവാടി. കല്യാണം കഴിഞ്ഞ് 9 വർഷമായി. വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുവാണ്. അങ്ങനെ അംഗനവാടി ടീച്ചർ വഴിയാണ് ഇത് അറിഞ്ഞത്. അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യായിരുന്നു. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. സംസാരിക്കാൻ കുറച്ച് കോൺഫിഡൻസ് കുറവാണ്. ഓക്കെ, ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് കിട്ടിയില്ലേ അല്ലേ? തീർച്ചയായും. ഓക്കെ സൂര്യ. നസ്രിയ. ഹായ് നസ്രിയ. ഹലോ മാം. ഹായ്. പാലക്കാടാണ് വീട്. +2 വരെ പഠിച്ചിട്ടുള്ളൂ. 10 വർഷം മുന്നേ പഠിച്ചതാണ്. അതിൻ്റെതായ വലിയ വ്യത്യാസമുണ്ട്. പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. +2 കഴിഞ്ഞിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി സെലക്ട് ചെയ്തതാണ്. +2 കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ ഡിഗ്രി അതുപോലെ PG B.Ed ഒക്കെ എടുക്കാൻ കുറച്ച് ഇനി ടൈം ഇല്ലല്ലോ. അപ്പോ എന്തായാലും നമുക്ക് പെട്ടെന്നൊരു ജോബ് ഉദ്ദേശിച്ചിട്ടാണ് ഇതില് ജോയിൻ ചെയ്തത്. കുടുംബശ്രീ വഴിയാണ് എനിക്കിത് ലിങ്ക് കിട്ടിയതും. ഞാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടി എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേരുമാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. അവളും ഉണ്ട് ഇതില്. ശരി. ഓക്കെ നസ്രിയ, പഠിക്കുന്ന ഏജ് കേട്ടോ. ഏത് പ്രായത്തിലും എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് പഠിക്കാം. ഇപ്പൊ 30 വയസ്സാവാനായി. കുഴപ്പമൊന്നുമില്ല, നീ പഠിക്കൂ. ഇങ്ങനെയൊന്നും ഏജ് ഇല്ല. ഡിഗ്രി എടുക്കൂ, അത് കഴിഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്യാ. ഓക്കെ, അങ്ങനെ ചിന്തിക്കരുത്. ലൈഫല്ലേ ഉള്ളൂ, ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. അതെ, ഓരോന്നോരോന്നൊക്കെ സാധിക്കണം. നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ശരി. ഓക്കെ ഓക്കെ നസ്രിയ. താങ്ക് യു. ചിക്കുമോൾ. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്, പറയൂ. എൻ്റെ പേര് ചിക്കുമോൾ. ഞാനിപ്പോ ഒമാനിലാണ്. നാട്ടിൽ ആലപ്പുഴയാണ് സ്ഥലം. വീട്ടില് ഹസ്ബൻഡ്, 2 വയസ്സുള്ളൊരു മോളുണ്ട്.
പിന്നെ ഇംഗ്ലീഷ് കുഴപ്പമില്ല, കാരണം ഇവിടെ ഒമാനിലായതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്ന. അറബി എനിക്ക് അത്രയ്ക്ക് അറിയാത്തതുകൊണ്ടും ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. അവരോട് ഡെയിലി നമ്മൾ സംസാരിക്കുന്നുണ്ട്. വീട്ടില് ഹസ്ബൻഡും എല്ലാം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നുണ്ട്. ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് ബാക്കിൽ കിടക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവരൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്രമല്ലേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ഇംഗ്ലീഷില് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാം അല്ലേ? യെസ് മാം. നമുക്ക് എഴുതാൻ ഇവിടെ പഠിക്കാം. ഇവിടെ പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ ആക്സെന്റ് കേൾക്കുമ്പോ ദൈവമേ നമ്മളൊക്കെ എന്താന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അവരതുപോലാണ് അവര് സംസാരിക്കാറ്. അതുപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും, നമ്മൾ വിചാരിക്കണം. അത് ശരിയാ. ഞാൻ എപ്പോഴും അത് കാരണം പതുക്കെ അവരുടെ അടുത്ത് അവരെന്താണ് പറയുന്നത് കെയർഫുൾ ആയിട്ട് കേട്ടിട്ടേ റിപ്ലൈ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അവര് വിചാരിക്കും എന്ത് ആണിത് എന്ന് വിചാരിക്കും. അതുകൊണ്ട് പതുക്കെ കേൾക്കും എന്താണ് അവർ പറയുന്നത്. അതുപോലെ ഫ്ലുവന്റ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ആക്സെന്റ് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. പിന്നെ മാക്സിമം അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാറുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ലതാ, സംസാരിക്കാം. സ്ലാങ് ആ ഒരു ആക്സെന്റും കിട്ടും, നമുക്ക് കുറച്ച് ഫ്ലുവന്റ് ആവും, ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും നമുക്ക്. ഓക്കെ ഓക്കെ. ചിക്കുമോൾ ഫാത്തിമ. ഹായ് മാം, ഐ എം ഫാത്തിമ. എൻ്റെ വീട് മൂവാറ്റുപുഴ. എൻ്റെ വീട്ടിൽ ഉമ്മ അപ്പ ഞാനുണ്ട്. ഞാൻ +2 കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഒരു കസിനാണ് ഇങ്ങനെ മോണ്ടിസോറിന്റെ കോഴ്സിനെ പറ്റി പറയണേ. അപ്പൊ ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ഓക്കെ ഫാത്തിമ. And then ദൃശ്യ. ഹായ് മാം, എൻ്റെ പേര് ദൃശ്യ. ഞാൻ പാലക്കാടാണ് വീട്. അപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, PG MA മലയാളമാണ് ചെയ്തത്. പിന്നെ ഞാനൊരു ഡാൻസറാണ്. അപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഓൺലൈനായിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ജോയിൻ ചെയ്തത് തന്നെ. ഇംഗ്ലീഷ് സംസാരിക്കാനും മനസ്സിലാക്കാനൊക്കെ അറിയാം, പക്ഷെ കറക്റ്റായിട്ട് ഫ്ലുവന്റ് ആയിട്ടുള്ള അതിന്റെ ഒരു കുഴപ്പമാണ് ഉള്ളത്. ഓക്കെ മാം, താങ്ക് യു. ജയശ്രീ. ജയശ്രീ ക്ലാസ്സിലുണ്ടോ? നെക്സ്റ്റ് ഷെറിൻ. ഹായ് മാം, ഐ എം ഷെറിൻ ഫ്രം പാലക്കാട്. എനിക്ക് മാം ഇംഗ്ലീഷ് അറിയാം. സ്കൂളിൽ പഠിക്കുന്ന തൊട്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞു കൊച്ചിനെ കോച്ചിങ് പഠിപ്പിക്കുമായിരുന്നു. ആക്ച്വലി ഐ എം ഫ്രം മധ്യപ്രദേശ്, സോ ഐ ഡോണ്ട് നോ മലയാളം പ്രോപ്പർലി. സോ മലയാളം അത്യാവശ്യം എനിക്ക് അറിയാം, പക്ഷെ വായിക്കാനോ എഴുതാനോ അങ്ങനെ അറിയത്തില്ല. അപ്പൊ മലയാളം ഒക്കെ ആണെങ്കിൽ ഇപ്പം ഗ്രൂപ്പിലാണെങ്കിൽ മലയാളത്തിൽ എന്തെങ്കിലും എഴുതി എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ അപ്പൊ ഞാൻ എന്റെ മദറിനോട് ചോദിക്കും ഇത് എന്താണ്. അപ്പൊ ഒക്കെ എനിക്ക് മലയാളത്തിൽ അതാ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് അത്യാവശ്യം എനിക്ക് അറിയാം, ഓക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ ഷെറിൻ. ഹറീന. ഹായ് മാം, എൻ്റെ പേര് റീന. ഞാൻ ചേപ്പാടാണ്. എൻ്റെ വീട്ടില് ഹസ്ബൻഡ് പുറത്താണ്. പിന്നെ ഒരു മോളുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനും. ഞാൻ B.Ed ഒക്കെ കഴിഞ്ഞതാ. സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം വീട് പണി നടക്കുന്നത് കൊണ്ട് ജോലിക്ക് പോകുന്നില്ല. അപ്പം ഞാൻ ഈ കോഴ്സ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല. ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എല്ലാം കേട്ടാൽ മനസ്സിലാകും, പക്ഷെ സ്വന്തമായിട്ട് കാര്യങ്ങൾ എഴുതാനോ അങ്ങനൊന്നും അറിയത്തില്ല. അതാണ് പ്രശ്നം. ഓക്കെ റീന. ആതിര. ആതിരയല്ല, ആദിനയല്ലേ? അതിനെയാണോ അദീനയാണോ? ക്ലാസ്സിലുണ്ടോ? നെക്സ്റ്റ് ഷൈബി.
ഹലോ മാം, ഞാൻ ഷൈബി. കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കാം, പറയൂ. ഓക്കെ, ഞാൻ കാസർഗോഡാണ്. കാസർഗോഡാണ്, ഞാൻ മാരീഡാണ്. ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകൊച്ചുണ്ട്, 5 വയസ്സ്. ഇപ്പൊ ഞാൻ സെക്കൻഡ് ക്യാരിങ് ആണ്, 7 മന്ത്. അപ്പൊ ഈ ടൈമിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനെപ്പറ്റി കേട്ടത്. ടീച്ചിങ് താല്പര്യം ഉള്ളത് കൊണ്ട് ഇത് സെലക്ട് ചെയ്തു. ഇംഗ്ലീഷ് അറിയാം, എന്നാലും അത്ര ഫ്ലുവൻസ് ആയിട്ട് സംസാരിക്കത്തില്ല. എന്നാലും അത്യാവശ്യം അറിയാം, അത്രേ ഉള്ളൂ. ഓക്കെ ഷൈബി. ധന്യ. ധന്യ. ഓക്കെ ഷംസീന. ഹലോ മാം, എന്റെ പേര് ഷംസീന, പാലക്കാടാണ് വീട്. 2 കുട്ടികളുണ്ട്. കല്യാണം ഡിഗ്രി കഴിഞ്ഞതാണ്. ഡിഗ്രി BA സോഷ്യോളജി ആയിരുന്നു. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം. പക്ഷെ ഒരാളോട് പറയുമ്പോ നമുക്ക് എങ്ങനെയാ പറയണ്ടത് എന്നുള്ളൊരു ഇത് കിട്ടൂല. അതിൻ്റെതായ പ്രശ്നമുണ്ട്. പിന്നെ നേരത്തെ ഒരു ഫ്രണ്ട് പറഞ്ഞില്ലേ, നസ്രിയ, ആ ഫ്രണ്ടാണ് ഞാൻ. അവള് വഴി ഞാൻ വന്നത്. അതെ, ഞാനാണ് ആ ഫ്രണ്ട്. ഓക്കെ മാം. അനുശ്രീ. അനുശ്രീ ഇല്ല. മഞ്ജുരാജ്. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. എൻ്റെ പേര് മഞ്ജു എന്നാണ്. എറണാകുളത്ത് നിന്നാണ് ഇവിടെ ഇത് ജോയിൻ ചെയ്തത്. കുടുംബശ്രീ വഴി അറിഞ്ഞിട്ടാണ് ഇത് ജോയിൻ ചെയ്തേക്കുന്നത്. 2 മക്കളുണ്ട്. മൂത്താള് +2 ദൈത്യ എന്നാണ് പേര്. ഇളയാള് 3rd പഠിക്കുന്ന നൈക എന്ന പേര്. പിന്നെ ഇതെന്റെ ശരിക്കും പറഞ്ഞ ഒരു റിവെഞ്ച് ആണ്. ചേട്ടനെ എവിടെയും ജോലിക്കൊന്നും വിടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കോഴ്സുകൾ. എവിടെയും വിടുവൊന്നുമില്ല പുറത്തൊന്നും. അപ്പൊ ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യണേ. എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് വേണമെന്നില്ല. മിസ്സിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്നും കേട്ടില്ല. ഞാൻ കേറിയപ്പോ ആദ്യം വേറെ പഴയ ഗൂഗിൾ മീറ്റിൽ കേറിയത്. ഓക്കെ, ഞാൻ എന്റെ വീട്ടിൽ ആരും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, പറയാട്ടോ. ഓക്കെ ഓക്കെ. അൻഷില. അൻഷില എന്നാണോ ഞാൻ പറയുന്ന പേര്? കറക്റ്റ് ആണെന്ന് പറഞ്ഞോട്ടോ. അതെ അതെ, അൻഷില. എന്റെ പേര് അൻഷില, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. +2 കഴിഞ്ഞിട്ട് ഇപ്പൊ 12 വർഷമായി. അതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇംഗ്ലീഷ് ബേസിക് ഒക്കെ ഓക്കെയാണ്. പിള്ളേരൊക്കെ പഠിപ്പിക്കുന്ന കാരണം അങ്ങനെ മക്കള് 3 ആളാണ്. അതില് 2 ആൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഒരാൾ 6ല്, ഒരാള് 2ല്. അപ്പൊ അവരെ പഠിപ്പിച്ച് അങ്ങനെ പോണ കാരണം ഓക്കെയാണ്. എന്നാലും ഇംഗ്ലീഷ് ഒന്നും കൂടെ നല്ല പോലെ പഠിക്കാനുണ്ട്. അപ്പൊ വഴി പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അൻഷില. ദീപ. ഹായ് മാം, ഞാൻ ദീപ, കൊല്ലത്ത്. എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല, കുറച്ച് പാടാണ്. ഗ്രാമറൊക്കെ അത്യാവശ്യം പാടാണ് എനിക്ക്. ഓക്കെ, പാടാണ്, നമുക്ക് സിമ്പിൾ ആക്കാം. ഓക്കെ ദീപ. നെക്സ്റ്റ് നൂറിൻ. നൂറിനല്ലേ? നൂറിൻ ഫ്രം കണ്ണൂർ. നൂറിൻ ക്ലാസ്സിലുണ്ടോ? നിങ്ങൾ പേര് ടെക്സ്റ്റ് ചെയ്തിട്ട് ലീവ് ചെയ്ത് പോകുമോ? എന്നാണ് ആരെ വിളിച്ചാ കേൾക്കാത്തേ? ഹായ് മാം. നൂറിൻ. ഞാൻ വിളിച്ച് ലീവ് ചെയ്ത് പോയിന്ന്. നൗറിൻ. പറയോ. നൗറിൻ. സംശയം ഉണ്ടായിരുന്നു, നൗറിനാണോ നൂറിനാണോന്ന്. മാരീഡ് ആണ്. 3.5 വയസ്സുള്ള മോനുണ്ട്. 8 years ആയി മാരേജ് കഴിഞ്ഞിട്ട്. ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈ ഒരു കോഴ്സ് ചെയ്താണ്ടിട്ട് എനിക്ക് ചെറുത് മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ടീച്ചിങ്ങിനോട്. ഇപ്പൊ ഓളങ്ങനെ ചെയ്ത് കണ്ടോണ്ട് ഞാനും അങ്ങനെ സെലക്ട് ചെയ്ത്. ഇംഗ്ലീഷ് കുഴപ്പമൊന്നുമില്ല മാം, സംസാരിക്കുമ്പോ ഒരു ഫ്ലുവൻസി ഇല്ല.
ഇംഗ്ലീഷിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ പിന്നെ എന്തൊക്കെയാണ്? അപ്പൊ എന്തൊക്കെയാണ് ഇനി കുറച്ചു പേരും കൂടെ സംസാരിക്കാനുണ്ട് കേട്ടോ. നമുക്ക് വഴിയെ പരിചയപ്പെടാം. സമയമുണ്ട്. നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയായിരുന്നോ? അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. മൺഡേ ആൻഡ് തേഴ്സ്ഡേ ആണ്. മാക്സിമം ഇംഗ്ലീഷ് ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. കാരണം റെക്കോർഡ് ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണ്. എന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഭയങ്കര ബോറിംഗ് ആണ്. അതുകൊണ്ട് മാക്സിമം അത് കാണാതിരിക്കുക. അതുകൊണ്ട് ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, കാരണം ലൈവ് ക്ലാസ് ആകുമ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇന്ററാക്ട് ചെയ്താണ് നമ്മള് ക്ലാസ് എടുക്കുന്നത്. സോ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഇന്ററാക്ഷൻ കേൾക്കാനുള്ള ക്ഷമയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഫുൾ ടൈം ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അതിന് നല്ലത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ക്ലാസ് നല്ല ഇതിൽ കേൾക്കാനും പറ്റും, ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇംഗ്ലീഷ് കുറച്ചുകൂടെ അറിയാത്ത കൊണ്ട് ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പിലൊന്നും ആദ്യം നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അത് എന്നിട്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. എപ്പോഴും നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട്, അതായത് ആ ഒരു ബോണ്ടിങ്ങും ഇന്ററാക്ഷനും എപ്പോഴും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഉണ്ടാവണം. ഓക്കെ, എന്ത് വർക്ക് വന്നാലും നിങ്ങൾ ഒരുമിച്ചാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ ഇന്ന് മുതൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ആക്റ്റീവ് ആവാം, പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ ആണ്. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ മൺഡേ സൈൻ ഔട്ട് എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ? സൈൻ ഔട്ട്. അപ്പൊ സൈൻ ഔട്ട് ആരാണ്? Who is going to sign out today's class? Anyone? ആരുമില്ല? സൈൻ ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിരുന്നു മാം, പറഞ്ഞിരുന്നു. ഗ്രൂപ്പിൽ ഓൾറെഡി ഡിസൈഡഡ് ആയിരുന്നു. അപ്പം ആള് കാണാനില്ല. ആളെ കാണുന്നില്ല. അയ്യോ, ആളെ കാണാനില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ കേട്ടോ, കുഴപ്പമില്ല. സൈൻ ഔട്ട് പറയേണ്ടത്. അതീനില്ല, ഞാൻ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ. എന്റെ ഫോൺ ഞാൻ ബ്ലൂടൂത്തിൽ വെച്ചിട്ടായിരുന്നു, കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ പിന്നെ കേൾക്കുന്നുണ്ടായില്ല. ഓക്കെ, ഞാൻ പേര് വിളിച്ചു അദീനാന്ന്, പക്ഷെ ആരും കേട്ടില്ല. ഞാൻ റിപ്ലൈ തരുന്നുണ്ടായിരുന്നു മാം, അത് കണക്ട് ആവുന്നില്ലായിരുന്നു തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ആണോ? അദീന ഇൻട്രൊഡ്യൂസിങ് ചെയ്യൂ, സൈൻ ഔട്ടും പറയൂ കേട്ടോ. ഹലോ അദീന, ഇൻട്രൊഡ്യൂസിങ് ചെയ്യൂ, സൈൻ ഔട്ടും പറയൂ. ഓക്കെ, ഹായ് എവരിവൺ, മൈ നെയിം ഇസ് അദീന. ഞാൻ ഇപ്പോ ഇംഗ്ലീഷ് ടീച്ചറാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് കുട്ടികൾക്ക് എടുക്കുന്നത്. സോ എനിക്ക് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല, കോൺഫിഡൻസ് ഉണ്ട്. സ്പീക്ക് ചെയ്യാനാണെങ്കിലും വോട്ടെവർ, എന്തായാലും 4 കാലിൽ നിൽക്കും. അതെ. പിന്നെ ഞാൻ അപ്പൊ ഇംഗ്ലീഷിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിനോട് ചോദിക്കാം കേട്ടോ. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടീച്ചർ ഉണ്ട്. അയ്യോ ടീച്ചറേലും വലിയ ടീച്ചറൊന്നും അല്ലേ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാനും വലിയ ടീച്ചറൊന്നും അല്ലാന്നേ. എനിക്ക് അതേ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. എല്ലാവർക്കും ഗിവ് ആൻഡ് ടേക്ക് എന്ന പോലെ എല്ലാവർക്കും കോപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കാം, എൻജോയ് ചെയ്തെടുക്കാം. So, Ashwati ma'am, I hope your name was Ashwati ma'am. മാമിന്റെ ക്ലാസ് വളരെ എന്താ പറയാ എനർജറ്റിക് ആണ്. മിസ്സിന്റെ എനർജറ്റിക് തന്നെ നമുക്ക് നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ വി ഫീൽ സോ എനർജറ്റിക്, നമുക്കും ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. സോ താങ്ക് യു Ashwati ma'am for today's session. We all enjoyed it. Also thank you all to my classmates. ആരെയും പേരൊന്നും അത്ര ഫെമിലിയർ ആയിട്ടില്ല, പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. എല്ലാരും പരിചയപ്പെടും, എനിക്ക് ആയിട്ടില്ല, പരിചയപ്പെട്ട് വരാം അല്ലേ. കിടക്കുന്നുണ്ട്. Thank you all once again. Thank you. Yeah, okay, thank you all. See you on the next class. Okay, bye. Bye ma'am. Thank you ma'am. Thank you ma'am.
you, ma'am.